ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ചിക്കൻ. സോ ഇന്ന് ഒരു ചിക്കൻ്റെ വിഭവമായാലോ, ചിക്കൻ തോരൻ. സിമ്പിളാണ്, അധികം ടൈം എടുക്കത്തില്ല, നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. സോ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ചിക്കൻ തോരന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 3 തക്കാളി, അരമുറി തേങ്ങ തിരുമിയത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു പിടി ചെറിയ ഉള്ളി, ഒരു വലിയ ഇഞ്ചി, 2 സവാള, ഒരു കുടം വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക് വേണ്ടാത്തവർക്ക് കാന്താരി ചേർക്കാം. മസാലക്കൂട്ടുകൾ: 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. 1 കിലോ ചിക്കൻ ചെറിയ പീസുകളാക്കിയത് അരമണിക്കൂർ വിനീഗറും ഉപ്പും ഇട്ട് വെച്ച് അതിനുശേഷം നന്നായി കഴുകി പിഴിഞ്ഞെടുത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെ ചെറിയ തണുപ്പായിരുന്നു, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അതൊന്ന് നന്നായി വഴന്നു കഴിഞ്ഞ് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് സവാള മാത്രമെങ്കിൽ സവാള, ചെറിയുള്ളിയെങ്കിൽ മാത്രം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഒന്ന് വഴന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി നമുക്കതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക.
അടച്ചു വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക്, മല്ലി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി പിഴിഞ്ഞ് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനെ മസാല പറ്റുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നതല്ല. ചിക്കൻ്റെ വെള്ളവും തക്കാളിയും ചേർത്തിട്ടുണ്ട്. തക്കാളിയുടെ വെള്ളം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും മുറിച്ച് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് വെച്ച് ഒരു 20 to 35 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ് നല്ലതാണ്. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ചിക്കൻ വെന്തോ എന്ന് നോക്കുക. വെന്ത് കഴിഞ്ഞാൽ തോരൻ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്ത് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് ആ ഒരു വെളിച്ചെണ്ണയുടെയൊക്കെ. ഇത് ഞാനല്ല ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, കെവിനാണ് ടേസ്റ്റ് ചെയ്ത് നമ്മളോട് അഭിപ്രായം പറയാൻ പോകുന്നത്. സോ ഇതാണ് റിൻസി സ്പെഷ്യൽ ചിക്കൻ തോരൻ. സോ ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടുന്നത്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. സോ ഇതിന്റെ മസാല, ഇതിന്റെ ഫ്ലേവർ എല്ലാം കറക്റ്റ് ഭാഗത്തിന് തന്നെ ചേർന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഓയിലിന്റെ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ നമുക്ക് ഇന്നത്തെ കഴിക്കുമ്പം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്തൊന്ന് നോക്കണം. സോ ഇറ്റ്സ് റിയലി ടേസ്റ്റി.
എല്ലാവർക്കും ചിക്കൻ തോരൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഓക്കെ, ബൈ, ടേക്ക് കെയർ.